ഇവിടെ ഒരു അപായത്തിന് സിംഗത്തിന്റെ കുറവുണ്ട്, അത് കണ്ടിട്ടില്ലല്ലോ. ഇനി സ്ഥിരമായിട്ടുള്ള അസുഖമാണ് ചെന്നൈയിൽ നിന്ന് നാട്ടിൽ പോയാൽ മിനിമം ഒരു വട്ടമെങ്കിലും പുഴയിൽ പോയി കുളിച്ച് വെറുതെ കുളിച്ചാൽ പോരാ, മുങ്ങി കുളിച്ച് ചാടി കുളിച്ച് പോരണം എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലം കുറച്ച് ദൂരെ ഇപ്പം തൽക്കാലത്തേക്ക് മാറി തരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പുഴയുള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എൻ്റെ 2 ഫ്രണ്ട്സുണ്ട്, അതിലൊരുത്തം വിളിച്ചു വരുത്തിയതാണ് പുഴയിൽ പോകാൻ തുടങ്ങിയുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ കാണുന്ന റോഡിൽ, ഇത് പോകുന്ന വഴിക്കുള്ള റോഡാണ്, ഭയങ്കര രസമാണ്. ഇവിടെ മൊത്തം റബ്ബർ പ്ലാന്റേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഇലയൊക്കെ പൊഴിഞ്ഞിരിക്കുന്ന സമയത്തുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആകാശം കാണുന്നതിൽ നല്ല രസമാണ്. ഇങ്ങനെ ഇലയൊക്കെ റോഡിൽ പൊഴിഞ്ഞ് കിടക്കുന്നു, വേറെ വണ്ടികളൊന്നുമില്ല, 2 സൈഡിൽ ഇങ്ങനെ ചെറിയ മതിൽ പോലത്തെ സ്ഥലം. അവിടെ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു കാണാൻ. കുറച്ചുകൂടി കഴിയുമ്പം മൊത്തം ഇങ്ങനത്തെ ഈ പയർ പോലത്തെ വള്ളിയുണ്ട് അവിടെ, ആ വള്ളി മുഴുവൻ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്, നല്ല രസമാണ്. അങ്ങനെ ഞാനിന്ന് നാട്ടിലെത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ച കൂട്ടുകാരെ വിളിച്ചുകൊണ്ടിരിക്കുക. എവിടെയാടാ? ഞാൻ അങ്ങാടിയുണ്ട്. എവിടെ നീ? തെണ്ടി വാടാ. പൊന്നോട്ടൻ എവിടെയുണ്ട്? വേമ നിക്കറ് കിട്ടണോടെ വന്നപ്പോൾ അവനിപ്പോ ഞാൻ നിക്കപ്പുറത്തായിരുന്നു പോയത്. അങ്ങാടിയിലടാ മൊത്തം ആൾക്കാർ. പോയടാ അവിടെ നിന്ന്. ഇതൊക്കെ എന്താ പേടിക്കണതിന്റെ നമുക്ക് ആദ്യം ഒന്ന് സൈൻ വെക്കും. അവൻ്റെ ഫോൺ അവിടെ വെച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് രണ്ടാമത്തെ കൂട്ടുകാരനെ കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇവൻ്റെ ഫോൺ വെച്ച് മറന്നുമായിരുന്നു, അതും എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇപ്പോൾ ഈ കാണുന്ന പുഴയിലാണ് ഞങ്ങൾ കുളിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് വെള്ളം കുറച്ച് കുറവാണ്, അത് ഈ സമയത്തുകൊണ്ടാണ്. പക്ഷേ ഈ പുഴയുടെ ശരിക്കുള്ള സ്വഭാവം ഞാൻ കാണിച്ചു തരാം. ഇതൊരു ജൂലൈ ഓഗസ്റ്റ് സമയത്ത് ഉണ്ടാകുന്ന വെള്ളമാണ്. ഇതിങ്ങനെ ഈ പാലത്തിന് മുകളിലൊക്കെ കയറിയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ പോകാനൊന്നും പറ്റില്ല. അങ്ങനെ 1-2 ദിവസമൊക്കെ ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങിയൊക്കെ നിൽക്കും. അങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന സിറ്റുവേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവനെയും കൂട്ടി ഇപ്പം ഫസ്റ്റ് സ്ഥലത്തേക്ക്, അതായത് കുളിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോവുക. അവിടെ ചെന്നപ്പോൾ മൊത്തം വണ്ടികൾ നിർത്തിയിട്ടേക്കുന്നു. അങ്ങനെ കുറേ ആൾക്കാരുള്ളപ്പം ഇങ്ങനെ എന്താ പറയുക, ഒരു രസം ഉണ്ടാവില്ല. അത് അറിയില്ലാത്ത ആൾക്കാരല്ലേ. പിന്നെ ഞങ്ങളവിടെ നിന്നിട്ട് ഡിസ്കഷൻ തുടങ്ങി, എന്ത് ചെയ്യാം, എവിടെ പോവാം, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അതിനിടയ്ക്ക് കുറേ നല്ല വണ്ടികൾ ഇങ്ങനെ വന്നു കേട്ടോ. ഞാൻ ക്യാമറ ഓഫ് ആക്കിക്കൊണ്ട് രണ്ടാമതൊന്നും വണ്ടി എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഫസ്റ്റ് ഇപ്പോൾ പോയ സ്വിഫ്റ്റ് കാണാൻ നല്ല പണി. ഞാൻ ന്യൂട്രലാക്കട്ടെ. അങ്ങനെ ഞങ്ങളൊരു കാര്യം ഡിസൈഡ് ചെയ്തു, അവിടെ കുളിക്കണ്ട, ശരി അടുത്ത സ്ഥലത്തേക്ക് പോകുമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അറിയുന്ന വേറെ സ്പോട്ടുണ്ട്, അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഇതേ ടൂറിസ്റ്റ് ബസ് നിർത്തിയിട്ട് അതിൽ നിന്ന് മൊത്തം ആൾക്കാർ വന്നേക്കുന്നു. ഇങ്ങോട്ടെങ്ങനെ ഇത്ര ആൾക്കാരൊന്നും വരുന്നതെന്ന് അറിയത്തില്ല. ഇതെങ്ങനെ അധികം ആൾക്കാർക്ക് അറിയില്ലാത്ത സ്ഥലമായിരുന്നു, ചെറിയ റോഡൊക്കെ ആയിരുന്നു, അറിയില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളും പോപ്പുലറായി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ശരി ആരുമില്ല എന്ന് ഉറപ്പുള്ളൊരു സ്ഥലത്തേക്ക് പോയി. ഇതിവിടെ KCBയുടെ പവർ ഹൗസിനടുത്തുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ആരും വരാൻ ഒട്ടും ചാൻസിലുള്ള സ്ഥലമാണ്. നമുക്ക് സ്ലോ മോഷനുള്ള നീന്തലേ ഫസ്റ്റ് കിട്ടും. ആടെ ഇറങ്ങി come on guys.
ഞാൻ ഇനി മേളിക്കടി ഇവിടെ വരെ നല്ല തണുപ്പുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ടെമ്പറേച്ചർ കാണിക്കില്ല. ഏയ് ആടാനോ ഇതിന് വേണിയില്ല. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നുണ്ട്. ആദ്യം ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നെങ്കിലും പിന്നെ ശീലമായി ചാടി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണെങ്കിലും ഞാൻ അവിടെ വന്നിട്ട് ഒത്തിരി നാളായി. ഇവിടെ മോട്ടർ വെച്ചിട്ടുണ്ടല്ലോ, ആളുണ്ട് നോക്കട്ടെ. നല്ല ആളുണ്ടല്ലോ ഇവിടെ. എന്താ ലൈൻ കമ്പിയൊക്കെ കിടക്കുന്നത്? ലൈൻ കമ്പിയൊക്കെ കിടക്കുന്നത് തൂക്കുവേലാണോ? തൂക്കുവേലായിരുന്നു. നല്ല വെള്ളമല്ലേ? നല്ല വെള്ളം. ആളും ഇല്ലാത്തോണ്ട് വെള്ളം, ആൾക്കാരില്ലാത്തോണ്ട് വെള്ളമാണ് സത്യം. നമ്മളൊരു പുഴയിൽ നിന്ന് വന്നാൽ കുളിക്കണം എന്ന് വെച്ചാൽ സോപ്പ് തേച്ച് കുളിക്കണമെങ്കിൽ രണ്ടിൻ്റെ കാല് ആരോ വറുത്തുനിന്ന് തന്നെ പറ്റിയെന്ന് തോന്നുന്നു. എടാ രണ്ടും കാലും ആണോ? എന്നാ അത്തിപ്പഴം ഉണ്ട് ഇവിടെ. ഇന്നലെ മാങ്ങ എടുത്തായിരുന്നു അത്തിപ്പഴം. കാട്ടത്തിയ ആണോ? വലിയ ആവശ്യമില്ല. അത്തിപ്പഴം ഞെരട്ടിട്ട് മറക്കും. പാറകളാ അവിടെ ചെളിയില്ലല്ലോ. നല്ല കല്ലണോ ഈ വെള്ളത്തിൽ. ക്യാമറ നോക്കിയാ മുങ്ങിയാലൊക്കെ കറക്റ്റ് അറിയാം. എനിക്ക് സ്ഥിരമായിട്ട് കിട്ടാറുള്ള സാധനം ഇത്. പുഴ വന്നാൽ ഒരു വട്ടം മിനിമം വീഴണം, എന്നിട്ട് അതിനെ വേദന ഒരു 2 ആഴ്ചത്തേക്ക് 1-2 ആഴ്ചത്തേക്ക് ഉണ്ടാവും. എപ്പോഴും കിട്ടാറില്ല, അവിടെ ശീലമായി. ഫോണ് ബാഗിലടാ, ബാഗില്. ഞാൻ എന്നാ പോയേക്കുവാണേ, കല്യാണം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പവർ ഹൗസിൻ്റെ ഉള്ളത്തെ ജനറേറ്റർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ 3 ജനറേറ്റർ ഉണ്ട് മൊത്തം. മഴക്കാലത്ത് നല്ലപോലെ വെള്ളം ഉണ്ടാകും പുഴയിൽ. അതുകൊണ്ട് 3 വർക്ക് ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. ചേരയുടെ ആണോ?
ഇവിടെ ഒരു അപായത്തിന് ചിഹ്നത്തിന് കുറവുണ്ട്, അത് കണ്ടിട്ടില്ലല്ലോ. ഇതിനെ തിരക്കി ആള് വരും ഇവിടുന്ന്. എന്തിന്? ക്യാമറ. അപായത്തിന് ചിഹ്നം ഇവിടെ സ്ഥിരമായിട്ട് വേണം, നീ ഇവിടെ നിന്നോളെ.